വേനൽ ചൂട് കൂടി തീപിടുത്തവും. പിറവം കുത്താട്ടുകുളം മേഖലയിൽ കഴിഞ്ഞ ഏതാനും ദിവസത്തിനിടയിൽ 8ഓളം ഇടത്താണ് തീപിടുത്തമുണ്ടായത്. അഗ്നിശമന സേനാംഗങ്ങളുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് വൻ അപകടങ്ങൾ ഉണ്ടാകാത്തത്. നമ്മുടെ നാട്ടിൽ വേനൽക്കാലം ആരംഭിച്ചിരിക്കുകയാണ്. ദിനം പ്രതി എന്നോണം ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ വർഷം മുൻ വർഷങ്ങളെക്കാൾ ചൂട് കൂടും എന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഈ സമയത്ത് പലതരത്തിലുള്ള തീപിടുത്തങ്ങളെയും അഗ്നിരക്ഷാസേനയ്ക്ക് അഭിമുഖീകരിക്കേണ്ടതായി വരാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പുൽക്കാടുകൾക്കും ചപ്പുചവറുകൾക്കും തീപിടിക്കുന്നത്. വെളിപ്രദേശങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്ന പാഴ്വസ്തുക്കൾക്കും കൃഷിയിറക്കാത്ത ഭൂമിയിലെ പുൽക്കാടുകൾക്കും തോട്ടങ്ങളിലെ ഉണങ്ങിയ കരിയിലകൾക്കും തീപിടിക്കുന്നത് ഇപ്പോൾ നിത്യസംഭവമായി കഴിഞ്ഞു. സ്വന്തം പറമ്പിലെ ചപ്പുചവറുകൾ ഒഴിവാക്കുന്നതിനായി അത് കൂട്ടിയിട്ട് തീ കൊളുത്തുന്നതാണ് തീപിടുത്തത്തിന് പ്രധാന കാരണം. അതിൽ നിന്ന് തീ മറ്റു പുരയിടങ്ങളിലേക്കും പുൽക്കാടുകളിലേക്കും പടർന്ന് വലിയ ഒരു അഗ്നിബാധയായി മാറാൻ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നിമിഷങ്ങൾ മാത്രം മതി. ചപ്പുചവറുകൾക്ക് തീ കൊളുത്തുന്നത് കഴിയുന്നത്ര ഒഴിവാക്കുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ അപ്രകാരം ചെയ്യേണ്ടതായി വന്നാൽ അത് കാറ്റില്ലാത്തപ്പോഴും അന്തരീക്ഷത്തിന് ചൂടില്ലാത്തപ്പോഴും ചെയ്യുവാൻ ശ്രദ്ധിക്കുക. പാഴ്വസ്തുക്കളിൽ പലതും തീപിടുത്തത്തിന് കാരണമാകാറുണ്ട്. ഒഴിഞ്ഞ ഇൻഹേലർ ടിന്നുകൾ, പെയിന്റ് ടിന്നുകൾ എന്നിവ ചൂടുകൂടി പെട്ടെന്ന് തീപിടിക്കുവാനും പൊട്ടിത്തെറിക്കുവാനും സാധ്യതയുള്ളവയാണ്. അതുകൊണ്ട് അത്തരം വസ്തുക്കൾ നേരിട്ട് വെയിലേൽക്കുന്നിടങ്ങളിൽ സൂക്ഷിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാന തീപിടുത്ത കാരണം അശ്രദ്ധമായ പുകവലിയാണ്. പുകവലിച്ച ശേഷം ശരിയായി അണയ്ക്കാതെ വലിച്ചെറിയുന്ന സിഗരറ്റ് കുറ്റി വൻ അഗ്നിബാധയ്ക്ക് തന്നെ കാരണമാകാം. പുകവലിക്കുന്നവർ സിഗരറ്റ് കുറ്റി കൃത്യമായി അണച്ചതിന് ശേഷം മാത്രം വലിച്ചെറിയണം. മനഃപൂർവ്വമായി തീവയ്പ്പാണ് മറ്റൊരു കാരണം. ഉണങ്ങിക്കിടക്കുന്ന പുൽക്കാടുകളും ചപ്പുചവറുകളും കാണുമ്പോൾ അവയ്ക്ക് തീ കൊളുത്തുവാൻ തോന്നുന്ന വ്യക്തികൾ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. അപ്രകാരം ആരെങ്കിലും തീ വയ്ക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ തടയുവാനും അധികാരികളെ വിവരമറിയിക്കുവാനും ശ്രദ്ധിക്കുക. തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് തനിയെ അണയ്ക്കുവാൻ ശ്രമിക്കുന്നതിന് മുൻപായി അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കാൻ ശ്രദ്ധിക്കുക. ശാരീരികമായ അവശതയുള്ളവർ അഗ്നിശമന പ്രവർത്തനത്തിൽ യാതൊരു കാരണവശാലും ഏർപ്പെടരുത്. അഗ്നിശമന പ്രവർത്തനത്തിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായാൽ അവർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കാതെ വരും. AK പ്രഫുൽ, സ്റ്റേഷൻ ഓഫീസർ, പിറവം ഫയർ സ്റ്റേഷൻ. കേരളത്തിൽ ചൂടേറിയ കാലവും ഏറ്റവും കൂടുതൽ തീപിടുത്തവും ഉണ്ടാകുന്ന കാലവുമായി ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ മാറിയിരിക്കുന്നു. ശക്തമായി ലഭിക്കുന്ന കാലവർഷത്തിലും ഇടവിട്ട് ലഭിക്കുന്ന അനുബന്ധ മഴയിലും മരങ്ങൾക്കും പുല്ലുകൾക്കും അടിക്കാടുകൾക്കും തഴച്ചു വളരാനുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത്തരം മരങ്ങൾ ഇല പൊഴിക്കുന്നതും പുല്ലുകൾ കരിയാൻ തുടങ്ങുന്നതും കേരളത്തിലെ വേനൽക്കാലത്തിൻ്റെ ആഗമനത്തിലാണ്. റബ്ബർ പറമ്പുകളിൽ നിന്നുള്ള ആദായം കുറഞ്ഞതുമൂലം ഉപേക്ഷിച്ച തോട്ടങ്ങളെ നമ്മുടെ നാട്ടിൽ ധാരാളം കാണുവാൻ സാധിക്കും. ഇവ അടിക്കാടുകളാലും പുല്ലുകളാലും ഏത് നിമിഷവും കത്തുവാൻ പര്യാപ്തമായി നിൽക്കുന്നു. ഓരോ പറമ്പുകൾക്ക് ചുറ്റും 2 മീറ്ററിൽ കുറയാത്ത വീതിയിൽ കരിയിലകളും ചപ്പുചവറുകളും നീക്കി തറ വൃത്തിയിൽ സൂക്ഷിക്കുക. ഈ പ്രവൃത്തിയെ ഫയർ ലൈൻ തെളിക്കൽ എന്ന് പറയും. ഇതുമൂലം സമീപ പറമ്പിൽ നിന്നുമുള്ള തീപിടുത്തം തടയുവാൻ സാധിക്കും. വാഴകളും മറ്റും കൂട്ടത്തോടെ നിൽക്കുന്ന പറമ്പുകളിൽ ഉണങ്ങിയ വാഴയിലകൾ ആഴ്ചയിലൊരിക്കൽ മുറിച്ചു നീക്കം ചെയ്യേണ്ടതാണ്. വാഴയിലയിൽ ഉണ്ടാകുന്ന തീ വളരെ വേഗം പടരും. പറമ്പുകളിലെ മുറിച്ച മരങ്ങളുടെ ഉണങ്ങിയ ശിഖരങ്ങൾ എന്നിവ നിയന്ത്രിതമായി കത്തിക്കേണ്ടതാണ്. വേനൽക്കാലത്തെ ഉണക്കിലകൾ ചൂടുള്ള ഉച്ചസമയത്ത് കത്തിക്കരുത്. ചൂട് മൂലം വികസിച്ച വായുവിലുള്ള കാറ്റ് തീ സമീപ സ്ഥലങ്ങളിലേക്ക് പടർത്തും. പറമ്പിലെ ചപ്പുചവറുകൾ രാവിലെയും വൈകിട്ടും പ്രത്യേക സ്ഥലത്ത് കൂട്ടിയിട്ട് സുരക്ഷിതമായി കത്തിക്കേണ്ടതും അതിനുശേഷം വെള്ളം ഉപയോഗിച്ച് അണയ്ക്കേണ്ടതുമാണ്. അടിക്കാടുകളും പുല്ലും വള്ളികളും നിറഞ്ഞ പറമ്പുകളിൽ തീപിടുത്തം പൊതുജനങ്ങൾ ഒറ്റയ്ക്ക് അണയ്ക്കരുത്. തീ വേഗം പടർന്നെത്തി അണയ്ക്കുന്ന ആളിനെ അപകടത്തിലാക്കും. വയോജനങ്ങൾ ഇത്തരം പ്രവൃത്തികളിൽ ഇടപെടാതിരിക്കാൻ ശ്രമിക്കുക. ജലലഭ്യതയില്ലാത്തതും അഗ്നിശമന വാഹനങ്ങൾ കടക്കാത്തതുമായ പറമ്പുകളിൽ ഉടമകൾ നിർബന്ധമായും മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. ഇവിടെ ഫയർ ബീറ്റുകൾ കൊണ്ട് അടിച്ചണയ്ക്കുവാനേ കഴിയൂ. തീയുടെ മുന്നിൽ നിന്ന് അടിച്ചണയ്ക്കുമ്പോൾ അപകട സാധ്യത കൂടുതലാണ്. കുടിവെള്ളം കൂടെ കരുതുകയും വേണം. ഇത്തരം ഘട്ടങ്ങളിൽ തീ കത്താത്ത സ്ഥലങ്ങളിലെ പുല്ലുകളും തീയിലേക്ക് വകഞ്ഞു മാറ്റി പെട്ടെന്നുണ്ടാക്കാവുന്ന ഫയർ ലൈൻ തെളിയിക്കേണ്ടതാണ്. ഭൂഗർഭജലത്തിൻ്റെ തോത് വേനൽക്കാലത്ത് ക്രമാതീതമായി കുറഞ്ഞിട്ടുണ്ട്. ആയതിനാൽ ചെറു തീപിടുത്തങ്ങൾ പോലും വലിയ കാട്ടുതീയായി പടരും. വെളിയെടുത്ത് പാചകം ചെയ്യുന്നവർ, പുകപ്പുര ഉപയോഗിക്കുന്നവർ, പറമ്പ് തീയിടുന്നവർ, ചപ്പുചവറുകൾ കത്തിക്കുന്നവർ ഒക്കെ ജാഗ്രത പുലർത്തേണ്ടതാണ്. തീപിടുത്തമുണ്ടായാൽ ഫയർ ആൻഡ് റെസ്ക്യൂവിനെ അറിയിക്കേണ്ടതാണ്. J. രാജേന്ദ്രൻ നായർ, ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ, ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ, കുത്താട്ടുകുളം.